അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക അല്ലതഹീലത്തി ആദിരിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി ലോകത്ത് ജീവനുള്ള വസ്തുക്കൾ കോടിക്കണക്കിനുണ്ട്. അഥവാ എണ്ണിയാലൊടുങ്ങാത്തത്ര ജീവികൾ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിക്കുന്ന അവർക്കൊക്കെ ഭക്ഷണം വേണ്ടതല്ലേ? അവർക്കൊക്കെ ആരാ ഭക്ഷണം കൊടുക്കുന്നത്? അല്ലാഹു. നമ്മുടെ ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ജീവിച്ച കഥ നമുക്കറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. 40 ദിവസം നമ്മളൊരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. അടുത്തൊരു 40 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളൊരു രക്തകഷ്ണമായിരുന്നു. വീണ്ടും ഒരു 40 ദിവസം പിന്നിട്ടപ്പോൾ നമ്മൾ മാംസകഷ്ണമായി. അപ്പോൾ നമ്മൾ ആകെ എത്ര ദിവസമായി എന്നറിയോ? 3, 4, 12, 120 ദിവസമായി. 120 എന്നുള്ളത് 4 മാസമാണ്. ഈ 4 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ജീവനുണ്ടായി. നമ്മളിലേക്ക് അത് മലക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾക്ക് അറിയുകയുമില്ല. ആ മലക്കാണ് നമുക്ക് റൂഹൂതിയത്. ആ റൂഹൂതിയത് മുതൽ ആ സമയത്ത് അല്ലാഹു തആല നമുക്ക് 4 കാര്യങ്ങൾ അവിടെ നമുക്ക് കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ അവധി, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഭാഗ്യവും അല്ലെങ്കിൽ നിർഭാഗ്യം. ഈ 4 കാര്യം 4 മാസം കഴിഞ്ഞപ്പോൾ നമ്മളിൽ മലക്ക് നമുക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നു മുതൽ നമുക്ക് ജീവനുണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ഈ ജീവനുള്ള നമുക്ക് ഭക്ഷണം വേണ്ടേ? ആരാ ഭക്ഷണം നമുക്ക് എത്തിച്ചെന്നത്? അല്ലാഹു തആല. ആ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് ഭക്ഷണം ലഭിച്ചു. അന്നു മുതൽ, അങ്ങനെ നമ്മൾ പ്രസവിച്ചത് മുതൽ പിന്നീട് അങ്ങോട്ട് ഇന്നോളം വരെ നമ്മുടെ ഓരോ കാര്യത്തിലും നമുക്ക് ഭക്ഷണം ലഭിച്ചിട്ടുണ്ട്. ആരാ ഭക്ഷണം തന്നത്? അല്ലാഹു. ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന പറവകൾക്കും സമുദ്രത്തിൻ്റെ ആഴിയിലുള്ള മീനുകൾക്കും എല്ലാം ഭക്ഷണം നൽകുന്നു. നോക്കൂ, രാവിലെ പ്രഭാതത്തിൽ ഒരു ശബ്ദമുണ്ടാക്കി പക്ഷിപ്പറവകളിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നത് കാണാം. യഥാർത്ഥത്തിൽ അവർ പോകുന്നത് അവർക്ക് വിശന്നിട്ടാണ്. വിശന്നിട്ട് പോകുന്ന ആളുകൾ, ആ പക്ഷിപ്പറവകൾ, അവർ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് അവരുടെ ഭക്ഷണവും തേടി പോവുകയാണ്. തിരിച്ചവർ വരുമ്പോൾ വയറ് നിറഞ്ഞിട്ടാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഭക്ഷണം കിട്ടാനുള്ള ഒരു തവക്കുലിൻ്റെ മന്ത്രവുമായിട്ട് പോകുന്നു. തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കിട്ടിയതിൻ്റെ പേരിൽ അല്ലാഹു തആലക്ക് ശുക്റായിക്കൊണ്ട്, നന്ദിയായിക്കൊണ്ട് അവർ തസ്ബീഹുമായിട്ട് മടങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ആ ഒരു വിഷയത്തെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി.
അള്ളാഹുവിന് നിങ്ങൾ തവക്കുൽ അർപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ തവക്കുൽ ചെയ്താൽ ലറസഖക്കും കമാ യർസുഖു ത്വയ്ർ, പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കും. എന്താ പക്ഷിയുടെ ഭക്ഷണം? ആ പക്ഷിയുടെ ഭക്ഷണം ആ പക്ഷി പോകുന്നത് ഒട്ടിയ വയറുമായിട്ടാണ്. തിരിച്ചു വരുമ്പോഴോ വത്തറു ബിത്വാന, നിറഞ്ഞ വയറുമായിട്ട് വരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹുവിൻ്റെ 99 പേരിൽ ഒരു പേരെന്താണ്? റസാഖു. യാ റസാഖു യാ അള്ളാഹ്, ഭക്ഷണം നൽകുന്നവനായ റബ്ബേ. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ആ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ആ പുണ്യമായ നാമം പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? അള്ളാഹു നമുക്കൊക്കെ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു തആല പറഞ്ഞല്ലോ, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ, ആയത്തുകളിൽ നിരവധി അനവധി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഖുർആൻ സൂറത്ത് ഹൂദിൽ പറയുന്നത്, വമാ മിൻ ദാബത്തിൻ ഇല്ല അലല്ലാഹി റിസ്ഖുഹ, ഏതൊരു ജീവി ഭൂമി ലോകത്തുണ്ടോ അവരെ ഭക്ഷണം അള്ളാഹുവാണ് അവർക്ക് കൊടുക്കുന്നത്. വഫിസ്സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ, നിങ്ങൾക്ക് ആകാശത്തിൽ ഭക്ഷണമുണ്ട് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സന്ദേശങ്ങളൊക്കെ നാം മനസ്സിലാക്കണം. മാത്രമല്ല അള്ളാഹു നമുക്ക് ഭക്ഷണത്തിനുള്ള എല്ലാ സൗകര്യം തന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നല്ലത് തിന്നാൽ മതി. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നല്ലത് കഴിക്കുക. ത്വയ്യിബാത്ത് കഴിക്കുക, മെച്ചമായത് കഴിക്കുക. ഹലാലൻ ത്വയ്യിബ എന്ന് വേറൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അനുവദനീയമായതും നല്ലതുമായ ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം അള്ളാഹു നമ്മളെ പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരർത്ഥം, ഹറാം ഒരിക്കലും തിന്നാൻ പാടില്ല. ഹറാം നമ്മളെ വയറിലേക്ക് ചെല്ലാനേ പാടില്ല. ഹറാം ചെന്ന ശരീരം നരകത്തിലേക്കാണ്. മാ നബത മിനൽ ഹറാം അന്നാർ ഔലാ ബിഹി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഹറാം തിന്ന ശരീരം അത് നരകത്തിലേക്കാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹറാം തിന്ന് വളർന്നത് നരകത്തിൻ്റെ വർഗാണ്. റസൂലുള്ളാഹി തങ്ങൾ എത്രത്തോളം ഗൗരവത്തോടെ ശ്രദ്ധിച്ചു എന്നറിയോ? ഹസൻ റളിയല്ലാഹു സക്കാത്തിൻ്റെ ഒരു കാരക്ക തിന്നാൻ ഒരുങ്ങിയപ്പോൾ പുണ്യ റസൂൽ എന്താണ് ആ കുട്ടിയോട് പറഞ്ഞത്? അമ അലിംച, കഹിൻ കഹിൻ എന്നുള്ള ഒരു പ്രത്യേകമായ ശബ്ദം റസൂലുള്ള പറഞ്ഞിട്ട് ആ കുട്ടിയുടെ വായിൽ നിന്ന് ആ ഈത്തപ്പഴം എടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ അലിംച അന്നാ ലാ നഅ്കുലു സദഖ, പൊന്നുമോനെ നിനക്കറിയില്ലേ നമുക്ക് സദഖ തിന്നാൻ പാടില്ല എന്ന്? നോക്കൂ, അള്ളാഹിൻ്റെ റസൂൽ എത്രത്തോളമാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ റസൂൽ ജാഗ്രത പാലിച്ചത്. അതുകൊണ്ട് പലിശ, ഹറാമ് ഒരിക്കലും തിന്നാൻ പാടില്ല. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ആക്കിലു റിബാവ മുഖിലു, പലിശ തിന്നുന്നവനെ, തെറ്റിക്കുന്നവനെ, ഇപ്പോൾ കാത്തിബു എഴുതുന്നവനെ, ഷാഹിദൈ ഒക്കെ ലഅന റസൂൽ ശപിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ ശാപത്തിന് വിധേയരാണ് അവരൊക്കെ എന്നർത്ഥം. അപ്പോൾ പിടിച്ചു പറിച്ചതും ഹറാമും ഒന്നും നമ്മൾ ഭക്ഷണമാകരുത്, നമ്മുടെ കുടുംബത്തിൻ്റെ ഭക്ഷണമാകരുത്. ഹലാലാവണം, ത്വയ്യിബാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭക്ഷണത്തിലൊക്കെ അള്ളാഹു വിശാലത ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.